എത്ര ചെറിയ ദോഷം ചെയ്താലും എത്ര ചെറിയ പാപം ചെയ്താലും അല്ലാഹു എല്ലാം വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊന്നും ഞാൻ കാണുന്നില്ല എന്ന്, ഞാൻ അറിയുന്നില്ല എന്ന്? ഞാനിതെല്ലാം ആളുകൾ പേടിച്ച്, കണ്ണുകൾ പോലും പേടിച്ച് പറയാവുന്ന രീതിയിൽ, കണ്ണുകൾ പോലും ഭയപ്പെടുന്ന ആ ഒരു സമയത്തേക്ക് നിങ്ങളുടെ ശിക്ഷയെ ഞാൻ മാറ്റിവെക്കുകയാണ്. ഇവിടെ എനിക്ക് ശിക്ഷിക്കാൻ അറിയാനിട്ടല്ല, നിങ്ങൾ ചെയ്യുന്ന പാപങ്ങൾ ആഖിറത്തിലേക്ക് വേണ്ടി കണ്ണുകൾ തുറച്ചു നോക്കുന്ന ഒരു ലോകം വരാനുണ്ട്. അവിടേക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കുകയാണ്, എനിക്കറിയാനിട്ടല്ല. എന്നിട്ട് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ ഫലാ തുദ്ലമു നഫ്സുൻ ശൈഅൻ വഇൻ കാന മിത്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ വകഫാ ബിനാ ഹാസിബീൻ. ونضع الموازين القسط ليوم القيامة. അല്ലാഹു തആല അന്ത്യനാളിൽ ലോകാവസാനം നടക്കുമ്പോൾ നീതി പാലിക്കുന്നവനാണ്, ജനങ്ങളോട് നീതിയോടെ പെരുമാറുന്നവനാണ്. അനീതിയോടുകൂടി അല്ലാഹു ഒരാളോടും പെരുമാറില്ല. തെറ്റു ചെയ്യാത്തവരെ അല്ലാഹു ഒരിക്കലും ശിക്ഷിക്കുകയില്ല. എന്നാൽ തെറ്റു ചെയ്തവരെ ശിക്ഷിക്കാതെ അവർക്ക് മാപ്പ് കൊടുക്കാൻ അല്ലാഹു തയ്യാറാണ്. അത് നീതിയല്ലേ? തെറ്റു ചെയ്യാത്തവരെ ഒരിക്കലും ശിക്ഷിക്കൂല. നിരപരാധികൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. എന്നാൽ തെറ്റു ചെയ്തവർക്ക് മാപ്പ് കൊടുക്കുക അത് നീതിയാണ്. അത് ഒരാളുടെ ഇഷ്ടമാണ്, ഒരാളുടെ സ്വാതന്ത്ര്യം. തെറ്റു ചെയ്യാത്തവർക്ക് മാപ്പ് നൽകുക. ഒരാൾ അടിച്ചു, ഞാൻ മാപ്പ് കൊടുത്തത് എന്റെ ഇഷ്ടമാണ്. ഒരാൾ അടിച്ചു, ഞാൻ തിരിച്ചടിച്ചത് നീതിയാണ്. അതാണ് അല്ലാഹു ഖിയാമത്ത് നാളിൽ അല്ലാഹു അനീതിയോടുകൂടി പെരുമാറുകയില്ല, നീതിയോടുകൂടിയാണ് പെരുമാറുന്നത്. ഫലാ തുദ്ലമു നഫ്സുൻ ശൈആ. ഒരാൾ പോലും അവിടെ അനീതി അനുഭവിക്കേണ്ടി വരില്ല. അനീതിയോടുകൂടി ഒരാളോടും അല്ലാഹു പെരുമാറുകയില്ല. വഇൻ കാന മിത്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ വകഫാ ബിനാ ഹാസിബീൻ. അഥവാ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ നന്മയും തിന്മയും അല്ലാഹു കണക്കാക്കി വെക്കുന്നുണ്ട്. എല്ലാം അല്ലാഹു നാളെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഓരോ ആളുകൾക്കും അല്ലാഹു അത് കാണിച്ചു കൊടുക്കുന്നുമുണ്ട്. ആ ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല ജനങ്ങളോട് വളരെ നീതിയോടുകൂടിയാണ് പെരുമാറുന്നത്. ഇവിടെ എത്ര ചെറിയ തെറ്റ് ചെയ്താലും അല്ലാഹു അവിടെ ചോദ്യം ചെയ്യും. എത്ര ചെറിയ നന്മ ചെയ്താലും അല്ലാഹു തആല അവിടെ അത് നിങ്ങൾക്ക് പ്രതിഫലമായി സമ്മാനമായി നൽകുകയും ചെയ്യും. فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. ചെറിയൊരു നന്മ എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഒരാളെ സഹായിക്കണം എന്ന് നിങ്ങൾ ചിന്തിച്ചു. ഒരാൾക്ക് 10,000 രൂപ അല്ലെങ്കിൽ 500 രൂപ കൊടുക്കണം, നിങ്ങൾ കൊടുത്തില്ല. കൂലി ചിന്തിച്ചതിന്റെ കൂലിയുണ്ട്. എല്ലാ ദിവസവും രാവിലെ തഹജ്ജുദ് നിസ്കരിക്കണം എന്ന ആഗ്രഹമുണ്ട് മനസ്സിൽ, പക്ഷെ നിസ്കരിക്കാൻ കഴിയുന്നില്ല. കൂലിയുണ്ട്. ഇനിയിപ്പോ നിങ്ങൾ കൂലി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും അങ്ങനെ വിചാരിക്കും, കൂലി ഇട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ വിചാരിച്ചാൽ നിങ്ങളുടെ ഹൃദയം കാണാൻ പഠിച്ചോണം. മനസ്സിലായി? ഞാൻ പറഞ്ഞു നല്ല ചിന്തകൾക്ക് വരെ പ്രതിഫലമുണ്ട് എന്നാണല്ലോ പറഞ്ഞത്. ഇപ്പൊ തഹജ്ജുദ് രാത്രി ഉറങ്ങുമ്പോൾ ഞാൻ നാളെ തഹജ്ജുദ് നിസ്കരിക്കും വെറുതെ ചിന്തിക്കുക. അയാൾക്ക് ഉറപ്പാണ് ഞാൻ അടിക്കൂല, എന്തായാലും ഞാൻ സുബഹി ഖളായിട്ട് അടിക്കുന്ന ആൾക്ക് ഉറപ്പാണ്. വെറുതെ ചിന്തിക്കുക, അത് പഠിച്ചോണം അറിയാം. അതുകൊണ്ട് വെറുതെ ചിന്തിച്ചിട്ട് കാര്യമില്ല. അല്ലാഹു ഒരാളുടെ മനസ്സ് വായിക്കാൻ, ഒരാൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് എനിക്ക് നാളെ തഹജ്ജുദ് നിസ്കരിക്കണം, എന്നിട്ട് കിടന്നുറങ്ങി. പക്ഷെ അയാൾ എണീക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹു അയാൾക്ക് പ്രതിഫലം കൊടുക്കും. അയാളുടെ നല്ല ചിന്ത. നേരെ മറിച്ച് ഒരാൾ കിടന്നുറങ്ങുന്നത് തന്നെ സുബഹി നിസ്കാരം കഴിഞ്ഞ് 8 മണിക്ക് എന്നെ വിളിച്ചാൽ മതി, 8 മണിക്ക് ഞാൻ എണീക്കുള്ളൂ. അയാൾക്ക് അതിന്റെ പേരിൽ അല്ലാഹു ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് നല്ല ചിന്ത, നിയ്യത്തുൽ മുഅ്മിനി ഖൈറുൻ മിൻ അമലി. ഒരു മുഅ്മിനിന്റെ ചിന്തകൾ, ഒരു മുഅ്മിനിന്റെ നിയ്യത്ത്
അമലിനേക്കാളും പ്രാധാന്യമുണ്ട് എന്ന ഹദീസ്. അപ്പോൾ നല്ല ചിന്തകളുമായി നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് നയിക്കുക. ഏതായാലും അല്ലാഹു നമ്മെ നിരീക്ഷിക്കുന്നുണ്ട് എന്നൊരു ബോധം നമ്മൾക്കുണ്ടായാൽ ചെയ്തു പോയ തെറ്റുകൾ പശ്ചാത്തപിക്കാൻ നമ്മൾ അല്ലാഹു എന്നെ നോക്കുന്നുണ്ട്, എന്റെ തെറ്റുകളൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന ഒരു ബോധം ആദ്യം നമ്മൾക്കുണ്ടാവണം. എവിടെ ആരും കാണാൻ പറയത്ത് ചെന്നാലും ഇത് അല്ലാഹുവിനെ കാണുമെന്നുള്ള ബോധം നമ്മൾക്കുണ്ടായാൽ അപ്പൊ തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും. തെറ്റ് ചെയ്തു പോയാൽ എന്റെ റബ്ബിന്റെ പേരിൽ ശിക്ഷിക്കുമല്ലോ എന്നൊരു ബോധം, ഒരു പേടിയുണ്ടെങ്കിൽ തൗബ ചെയ്യാനുള്ള മനസ്സുണ്ടാവും. അല്ലാഹുവിന്റെ നിരീക്ഷണം നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക. യൗമ യബ്അതുഹുല്ലാഹു ജമീഅൻ ഫയുനബ്ബിഉഹും ബിമാ അമിലു അഹ്സാഹു അല്ലാഹു വനസൂഹു വല്ലാഹു അലാ കുല്ലി ശൈഇൻ ഷഹീദ്. യൗമ യബ്അതുഹുല്ലാഹു ജമീഅൻ, എല്ലാ ആളുകളെയും അല്ലാഹു തആല നാളെ ഖിയാമത്ത് നാളിൽ പുനർജനിപ്പിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ഒരു പുനർജന്മം സംഭവിക്കുന്ന ആ ദിവസം ഫയുനബ്ബിഉഹും ബിമാ അമിലു, അവർ ചെയ്തതെല്ലാം ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യും. എന്താണ് അവർ ചെയ്യുന്നത് അതെല്ലാം ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും. അഹ്സാഹു അല്ലാഹു അതെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വനസൂ വല്ലാഹു അലാ കുല്ലി ശൈഇൻ ഷഹീദ്. ജനങ്ങൾ അല്ലാഹുവിനെ മറന്നാലും, ജനങ്ങൾ അവർ ചെയ്ത തിന്മകളെ മറന്നാലും അല്ലാഹു അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അല്ലാഹു അത് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അല്ലാഹു അത് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധമായ സൂറത്തുൽ മുജാദല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ നമ്മൾ ഈ മഹ്ശറ ലോകത്തുള്ള കിതാബ് ഓരോ തെറ്റുകളും രേഖപ്പെടുത്തി വെച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരു പുസ്തകമായി നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നു അല്ലെ? അതൊരു കിതാബായിരിക്കും. ആ കിതാബ് ഇങ്ങനെ വായിക്കാൻ പറയും, പേജ് ഇങ്ങനെ മറിച്ച് നമ്മൾ വായിക്കും. നിറയെ തെറ്റുകളായിരിക്കും, ചില ആളുകൾ നിറയെ നന്മകളായിരിക്കും. അത് എന്തിനൊരു കിതാബായി നമ്മൾ സങ്കല്പിക്കണം? നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ ലൈവ് റെക്കോർഡഡ് വീഡിയോകളായിക്കൂടെ? നമ്മൾ കിതാബിൽ കണ്ടാൽ നമ്മൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നാൽ ലൈവ് വീഡിയോകൾ ചെയ്ത വീഡിയോ ആണ്, അത് കാണിച്ചാൽ നമുക്ക് നിഷേധിക്കാൻ കഴിയും? അല്ലാഹുവിന് അത് കഴിയില്ലേ? നമ്മുടെ ജനനം മുതൽ മരണം വരെ മുഴുവനും റെക്കോർഡ് ചെയ്ത് ആ വീഡിയോ കാണിച്ചാൽ ആർക്കും നിഷേധിക്കാൻ കഴിയും? ഞാൻ എൻ്റെ ഒരു സങ്കല്പം പറഞ്ഞു, ഇതൊരു കിതാബായിട്ട് തന്നെ സങ്കല്പിക്കണമെന്നില്ല. അല്ലാഹു നമ്മുടെ മുഴുവൻ തിന്മകളും ലൈവായി റെക്കോർഡ് ചെയ്ത് നാളെ മഹ്ശറ ലോകത്ത് ഓരോരോന്ന് കാണിച്ചു തന്നാൽ നിഷേധിക്കാനുള്ള വല്ല വഴി നമ്മുടെ മുമ്പിലുണ്ടോ? നിഷേധിക്കാൻ നമുക്ക് കഴിയുമോ? ഈ റെക്കോർഡുകൾ ഡിലീറ്റ് ചെയ്യപ്പെടണം. ഈ റെക്കോർഡുകൾ നാളെ നമ്മെ കാണിക്കാതെ അല്ലാഹു മായ്ച്ചു കളയണം. അതിനാണ് ഇന്നത്തെ വിഷയം ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ. അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, സൂറത്തുൽ ഖാഫിൽ അല്ലാഹു നമ്മെ നിരീക്ഷിക്കുന്ന എത്ര റെക്കോർഡുകൾ ഉണ്ടെന്ന് നോക്കണം നിങ്ങൾ. സിസി ക്യാമറകൾ നമ്മൾ ഒന്നല്ല രണ്ടല്ല 3 4 5 വെക്കും. അത് തന്നെ നല്ല പിക്സലുകൾ കൂടിയ ഹൈ റെസൊല്യൂഷൻ ക്യാമറകൾ വെക്കും അല്ലേ? എന്നാൽ അല്ലാഹുവിന്റെ നിരീക്ഷണം എത്രത്തോളം ഉണ്ട് എന്ന് നോക്കുക. ഒന്ന്, അല്ലാഹു ഡയറക്റ്റ് നമ്മെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിന്റെ രക്ഷിതാവ് നിരീക്ഷണ കേന്ദ്രത്തിലാണ്, നിന്നെ സൂക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അടുത്തത്, അല്ലാഹുവിന്റെ മലക്കുകളെ അല്ലാഹു ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ്. إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد ما يلفظ من قول إلا لديه رقيب عتيد. നിങ്ങൾ ഓർക്കണം, إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد.
നിങ്ങളുടെ വലത് ഭാഗത്തും നിങ്ങളുടെ ഇടത് ഭാഗത്തും രണ്ടുപേര് ഇരുന്നുകൊണ്ട് എല്ലാം പൊറുക്കിയെടുക്കുന്ന സന്ദർഭം നിങ്ങൾ ഓർക്കണം. എല്ലാം പൊറുക്കിയെടുക്കുന്നുണ്ട്. നന്മയും റെക്കോർഡ് ചെയ്യുന്നുണ്ട്, തിന്മയും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിൽ ശിമാലി ഖഈദ്. നിങ്ങളുടെ വലത് ഭാഗത്ത് നിരീക്ഷിക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഇടത് ഭാഗത്തും നിരീക്ഷിക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരു വാക്ക് നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങളുടെ ചുണ്ടുകളൊന്ന് അനങ്ങിപ്പോയാൽ നിങ്ങളുടെ ഓരോ നീക്കുപോക്കുകളും നിങ്ങളുടെ ഓരോ ചലനങ്ങളും നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും നിങ്ങളുടെ ഓരോ വാക്കുകളും എല്ലാം ഉടനെ തന്നെ ഈ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും ഇരിക്കുന്നവർ സൂക്ഷ്മമായി റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്ന് അല്ലാഹുവിന്റെ മലക്കുകളെ കുറിച്ച് അല്ലാഹു നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒന്ന്, അല്ലാഹു ഡയറക്റ്റ് നമ്മെ നിരീക്ഷിക്കുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ക്യാമറകൾ നമ്മുടെ ഷോൾഡറിലാണ്, വലതു ഭാഗത്തും ഇടതു ഭാഗത്തും. പിന്നെ സൂറത്തുൽ ഇൻഫിത്താറിൽ പറയുന്നുണ്ട് വഇന്ന അലൈക്കും ലഹാഫിദീൻ. അല്ലാഹു തആല പ്രത്യേകക്കാരായ മലക്കുകളെ ഓരോ ആളുകളെയും അല്ലാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. കിറാമാ കാതിബീൻ, എല്ലാം റെക്കോർഡ് ചെയ്യുന്ന ഒരു വിഭാഗം മലക്കുകൾ. യഅലമൂന മാ തഫഅലൂൻ, യഅലമൂന മാ തഫഅലൂൻ. നിങ്ങൾ ചെയ്യുന്ന, നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാം ഈ മലക്കുകൾ അറിയുന്നുണ്ട് എന്ന് രണ്ടാമത്തെ നിരീക്ഷണമാണ് മലക്കുകൾ. ഒന്നാമത്തെ നിരീക്ഷണം അല്ലാഹുവിന്റേത്, രണ്ടാമത്തെ നിരീക്ഷണം അല്ലാഹുവിന്റെ മലക്കുകളുടേത്. എന്നാൽ ഈ രേഖകൾ, ഈ റെക്കോർഡ് ചെയ്യപ്പെട്ട ഈ മെമ്മറി കാർഡ്, ഈ റെക്കോർഡ് ചെയ്യപ്പെട്ട ഹാർഡ് ഡിസ്ക് ഇതെന്ത് ചെയ്യും? وكل إنسان ألزمناه طائره في عنقه ونخرج له يوم القيامة كتابا يلقاه منشورا. ഈ ഹാർഡ് ഡിസ്ക് അവന്റെ കഴുത്തിൽ തൂക്കുമെന്ന്. മരിച്ചു കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ഈ മെമ്മറി കാർഡ് അത് അവന്റെ കഴുത്തിൽ തൂക്കി വെക്കും. وكل إنسان ألزمناه طائره في عنقه ونخرج له يوم القيامة كتابا يلقاه منشورا. എല്ലാ തിന്മകളും എല്ലാ നന്മകളും ഒരു രേഖ പോലെ വരിക്കുന്ന സമയത്ത് ഓരോ ആളുകളുടെ കഴുത്തുകളിൽ ഖണ്ഡങ്ങളിൽ തൂങ്ങിക്കിടക്കുന്നുണ്ടാകുമെന്നാണ് പരിശുദ്ധമായ സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറഞ്ഞത്. ഇതിനെല്ലാം പുറമെ എല്ലാ രാവിലകളിലും എല്ലാ വൈകുന്നേരങ്ങളിലും അല്ലാഹു മറ്റു ചില വിഭാഗം മലക്കുകളെ ഭൂമിയിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട്. എത്രത്തോളം നിരീക്ഷണത്തിലാണ് നമ്മൾ ആലോചിക്കുക. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് യതഅഖബൂന ഫീകും മലായികത്തുൻ ബില്ലൈലി വമലായികത്തുൻ ബിന്നഹാർ. രാത്രിയിലും പകലിലും അല്ലാഹു തആല ചില മലക്കുകളെ ഭൂമിയിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട്. വയജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി. രണ്ട് മലക്കുകളും സുബ്ഹി നിസ്കാരത്തിന്റെ സമയത്ത് ഒരുമിച്ച് കൂടുന്നുണ്ട്. വസ്വലാത്തിൽ അസ്രി. അസ്ർ നിസ്കാര സമയത്തും രണ്ട് മലക്കുകളും ഒരുമിച്ച് കൂടുന്നുണ്ട്. ثم يعرج الذين باتوا فيكم. പിന്നെ നിങ്ങളുടെ കൂടെ രാത്രിയിൽ താമസിച്ച മലായികകൾ സുബ്ഹിയുടെ സമയമായാൽ നേരെ അല്ലാഹുവിലേക്ക് ഉയർന്നു പോകും. ഫയസ്അലുഹും റബ്ബുഹും വഹുവ അഅലമു ബിഹിം. അല്ലാഹുവിനറിയാം ഇവിടെ എന്തൊക്കെ നടന്നു എന്ന്. എന്നാലും അല്ലാഹു മലക്കുകളോട് ചോദിക്കും കൈഫ തറക്തും ഇബാദി. നിങ്ങൾ ഇന്നലെ രാത്രി എന്റെ അടിമകളുടെ കൂടെയായിരുന്നില്ലേ? എന്റെ അടിമകൾ എന്തു ചെയ്യുകയായിരുന്നു? ഫയഖൂലൂന, അവർ പറയും തറക്നാഹും വഹും യുസല്ലൂൻ വഅതൈനാഹും വഹും യുസല്ലൂൻ. അല്ലാഹുവേ, അസ്റിന്റെ സമയത്താണ് ഞങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങിയത്. അങ്ങനെ ഭൂമിയിലേക്ക് എത്തുമ്പോൾ സത്യവിശ്വാസികളായ ആളുകൾ എല്ലാവരും പള്ളിയിലാണ്. ഞങ്ങൾ അസ്റിന്റെ സമയത്താണ് ഭൂമിയിലേക്ക് എത്തിയത്. അപ്പോ എല്ലാവരും പള്ളിയിലാണ്.
എന്നിട്ട് അസർ കഴിഞ്ഞു, മഗ്രിബ് കഴിഞ്ഞു, ഇശാ കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ചു വരുന്നത് സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ടാണ്. അപ്പോഴും അവർ നിസ്കാരത്തിലാണ്. ഞങ്ങൾ ഭൂമിയിലേക്ക് പോകുമ്പോഴും അവർ നിസ്കരിക്കുന്നുണ്ട്, ഭൂമിയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴും അവർ നിസ്കരിക്കുന്നുണ്ട്. അടുത്ത വിഭാഗം അല്ലാഹുവിന്റെ സമീപത്തേക്ക് എത്തി. അവരോട് ചോദിച്ചു, അല്ലാഹുവിന്റെ അടിമകൾ എന്ത് ചെയ്യുകയാണെന്ന്. അവരും പറഞ്ഞു, അല്ലാഹുവേ, ഞങ്ങൾ ഭൂമിയിലേക്ക് എത്തിയത് സുബ്ഹിയുടെ സമയത്താണ്. അപ്പോൾ അവർ പള്ളിയിലാണ്. ഞങ്ങൾ തിരിച്ചു വരുന്നത് അസറിന്റെ സമയത്താണ്. അപ്പോഴും അവർ പള്ളിയിലാണ്. ഇതാരെക്കുറിച്ചെന്നറിയോ? കൃത്യമായി ജമാഅത്തിന് പള്ളിയിലേക്ക് പോകുന്നവരെ കുറിച്ച്. അല്ലാത്തവരെ കുറിച്ച് അല്ലാഹുവിനോട് പറയും, അല്ലാഹുവേ, ഞാൻ സുബ്ഹിക്ക് പോകുമ്പോൾ അവർ മൂടി പുതച്ച് കിടന്നുറങ്ങുകയാണ്. വൈകുന്നേരം പോയപ്പോൾ അവർ കളിയിലാണ്. അത് പറയിപ്പിക്കരുത്. നമ്മളായിട്ട് അങ്ങനെ പറയിപ്പിക്കരുത്. ബാങ്ക് കൊടുക്കുമ്പോൾ സുബ്ഹിയും അസ്റും വളരെ പ്രധാനപ്പെട്ട നിസ്കാരങ്ങളാണ്. ബാങ്ക് കൊടുക്കുമ്പോൾ പെട്ടെന്ന് പള്ളിയിൽ പോയി സുബ്ഹി നിസ്കരിക്കുക. ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ അസ്റും നിസ്കരിക്കുക. ഇത് പിന്തിപ്പിക്കരുത്. മലക്കുകൾ ഇറങ്ങി വരുന്ന സമയമാണ് സുബ്ഹിയും അസ്റും. അവരെന്താണോ ഇവിടെ കണ്ടത് അത് തന്നെയാണ് അവരവിടെ പഠിക്കപ്പെട്ടത്. ഇവിടെ കളിക്കുന്നത് കണ്ട കളിക്കുന്നവരെ കുറിച്ച് അങ്ങനെ പറയും, ഉറങ്ങുന്നവരെ കണ്ട ഉറങ്ങുന്നവരെ കുറിച്ച് അങ്ങനെ പറയും. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ നോക്കേണ്ട ആവശ്യമില്ല. എന്റെ പേഴ്സണൽ, എന്റെ വ്യക്തിപരമായ ജീവിതം ഞാനാണ് നിയന്ത്രിക്കേണ്ടത്. എന്നെ കുറിച്ച് എന്റെ മലക്കുകൾ നല്ലതേ പറയാൻ പാടുള്ളൂ എന്ന് ഓരോ ആളുകളും ചിന്തിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ ഇതിനൊക്കെ പുറമെ സുബ്ഹിക്കും അസ്റിനും അല്ലാഹു ഒരു വിഭാഗം മലക്കുകളെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അവരും നമ്മെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സിസി ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് എന്ന് പറയുമ്പോൾ എത്ര അച്ചടക്കങ്ങൾ നമ്മൾ ചില മാളുകളിൽ, ചില ഓഫീസുകളിൽ, ചില ബിൽഡിങ്ങുകളിൽ ഇവിടെ സിസി ക്യാമറയുണ്ട്. സിസി ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് നിങ്ങളെന്ന് പറയുമ്പോൾ എത്ര അച്ചടക്കം നമ്മൾ പാലിക്കുന്നുണ്ട്. എന്ന ക്യാമറ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെടുന്നില്ല. ഈ ക്യാമറകൾക്കുള്ള പവറല്ല അല്ലാഹുവിന്റെ ഈ നിരീക്ഷിക്കുന്ന കാവൽക്കാരായ മലക്കുകൾക്കുള്ളത്. ഇതൊക്കെ നമ്മുടെ ക്യാമറകളും നമ്മുടെ ടിവിയൊക്കെ എന്തെങ്കിലും ഒരു വൈറസ് കയറിയാൽ ഡിലീറ്റ് ആയി പോകാനേ ഉള്ളൂ. പക്ഷെ അല്ലാഹുവിന്റേതൊന്നും അത് ഡിലീറ്റ് ആവുകയില്ല. നമ്മളത് ഡിലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് അടുത്തത് എല്ലാ ദിവസവും നിരീക്ഷിക്കാൻ വരുന്ന വിഭാഗം. ഇനി ആഴ്ചയിൽ ഒരു തവണ വേറൊരു വിഭാഗമാണ് അല്ലാഹു പറഞ്ഞിരിക്കുന്നത്. എത്രത്തോളം നിരീക്ഷണത്തിലാണ് നമ്മളെന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇതൊക്കെ പറയുന്നത്. അടുത്ത വിഭാഗം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, قال الله إن حبيب برنو تعرض أعمال بني آدم في كل يوم اثنين وفي كل يوم خميس. എല്ലാ മനുഷ്യരുടെയും നന്മയെയും തിന്മയെയും എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അല്ലാഹു തആല ഒരു വിഭാഗം മലക്കുകളെ പറഞ്ഞയച്ച് ആകാശ ലോകങ്ങളിലേക്ക് ഉയർത്തുമെന്നാണ്. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും നമ്മൾ ചെയ്യുന്ന നന്മകളെ അല്ലാഹു ആകാശങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുമെന്നാണ്. ഫയറഹമുൽ മുതറഹിമീൻ, കാരുണ്യവാന്മാരായ ആളുകൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യും. അപ്പോൾ നല്ല കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, കാരുണ്യം ചെയ്യുന്ന, സാമൂഹിക സേവനം ചെയ്യുന്ന, ജനങ്ങളോട് സ്നേഹത്തോടെ കാരുണ്യത്തോടെ പെരുമാറുന്ന, സാമ്പത്തികമായി സഹായിക്കുന്ന, സൽസ്വഭാവത്തോടെ നല്ല മനസ്സോടുകൂടി ജനങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുന്ന ആളുകൾക്ക് അല്ലാഹു തിരിച്ച് സ്നേഹവും അവന്റെ റഹ്മത്തും അല്ലാഹു വാരിക്കോരി ചൊരിഞ്ഞു തരും. നേരെ മറിച്ച് കാടത്തമുള്ള മനസ്സുകൾ, കഠിനമായ മനസ്സുകൾ, കണ്ണിൽ ചോരയില്ലാത്ത, ദയയോ ദാക്ഷിണ്യമോ ഇല്ലാത്ത പാറ പോലെയുള്ള മനസ്സുകൾക്ക് അതേ രീതിയിൽ അല്ലാഹുവിന്റെ കാരുണ്യം വർഷിക്കുമെന്നാണ്. പരസ്പരം കാരുണ്യം ചെയ്യുന്നവരെ അല്ലാഹു റഹ്മത്ത് ചെയ്ത് അനുഗ്രഹിക്കുമെന്നാണ്. ആരാണോ അല്ലാഹുവിനോട് പാപമോചനം തേടുന്നത്, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണമെന്ന് ആരാണോ പറയുന്നത്, അവർക്ക് അല്ലാഹു മാപ്പ് നൽകുമെന്നാണ്. മാപ്പ് നൽകും അല്ലാഹു, പുറത്തു കൊടുക്കും അല്ലാഹു. ആർക്ക്? ലിൽ മുസ്തഗ്ഫിരീൻ,
അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലുന്ന ആളുകൾക്ക് അല്ലാഹു മാപ്പ് നൽകുമെന്നാണ്. വയതുറുകു അഹ്ലൽ ഹിഖ്ദി ബിഗില്ലിഹിം ചുടിച്ചവരെ, പിണങ്ങിയവരെ, വൈരാഗ്യമുള്ളവരെ, വാശിയുള്ളവരെ, പാരവെക്കുന്നവരെ, അസൂയ വെക്കുന്നവരെ അല്ലാഹു മൈൻഡ് ചെയ്യുകയില്ല. അവരുടെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുകയില്ല. അല്ലാഹു അവർക്ക് കാരുണ്യം നൽകുകയില്ല. അല്ലാഹു അവരെ മാറ്റി നിർത്തുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല നിസ്കാരക്കാരാണ് അവർ, നന്നായി സ്വതക കൊടുക്കുന്നവരാണ് അവർ, നോമ്പെടുക്കുന്നവരാണ് അവർ. പക്ഷെ സ്വഭാവം വളരെ മോശമാണ്, പെരുമാറ്റം വളരെ മോശമാണ്, ജനങ്ങളോട് അസൂയയാണ്. ജനങ്ങളുടെ വളർച്ച കാണുമ്പോൾ അസൂയയോടെയാണ് അവരത് കാണുന്നത്. എങ്ങനെയെങ്കിലും പാരവെക്കാനാണ് അവർ ചിന്തിക്കുന്നത്. വൈരാഗ്യവും പകയും വിദ്വേഷവും കുറുമ്പും കുശുമ്പും ചുടിയും പിണക്കവുമുള്ള ഹൃദയങ്ങളെ അത്തരം മനുഷ്യന്മാർ എത്ര വലിയ അബിദാണെങ്കിലും, എത്ര വലിയ നിസ്കാരക്കാരാണെങ്കിലും, എത്ര വലിയ നോമ്പുകാരാണെങ്കിലും അവരുടെ ഒരു അമല് പോലും സ്വീകരിക്കാതെ അല്ലാഹു തആല അവരെ മാറ്റി നിർത്തുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആഴ്ചയിൽ 2 തവണ മലക്കുകൾ വേറെ തന്നെ സംഘം. ഇതിനെല്ലാം പുറമെ ഓരോ മനുഷ്യന്റെ ശരീരത്തിന്റെ അവയവങ്ങളും അവരവരുടെ പ്രവർത്തനങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നാണ്. ആദ്യം റബ്ബ്, പിന്നെ മുൻകർ നകീർ 2 ഷോൾഡറിൽ നിന്നിട്ട്, പിന്നെ ദിവസവും സുബഹിക്കും അസറിനും വരുന്ന മലക്കുകൾ, ആഴ്ചയിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും വരുന്ന മലക്കുകൾ. ഇവർക്കൊക്കെ പുറമെ ഓരോ മനുഷ്യന്റെ അവയവങ്ങളും അവരവർ ചെയ്യുന്ന അമലുകൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നാണ്. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. اليوم نختم على أفواههم അവരുടെ ചുണ്ടുകൾ ഞാൻ പൂട്ടിവെക്കുന്ന ദിവസമാണിത്. ചുണ്ടുകൾക്ക് സീൽ ചെയ്യുന്ന, സീൽ വെക്കുന്ന സമയമാണിത്. അവരുടെ കരങ്ങളാണ്, കൈകളാണ് എന്നോട് സംസാരിക്കുന്നത്. നാവ് തുറക്കാൻ കഴിയില്ല, ചുണ്ട് തുറക്കാൻ കഴിയില്ല, പൂട്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ സംസാരിക്കുന്നത് ആരാ? അവരുടെ കരങ്ങളാണ്, കൈകളാണ്. അവരുടെ കാലുകൾ സാക്ഷി നിൽക്കും. എന്തിനെ? ബിമാ കാനൂ യക്സിബൂൻ, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക്. എന്നാൽ ഇന്ന ദിവസം തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട് എന്ന് കൈ പറഞ്ഞാൽ കാല് പറയും, അതേ റബ്ബേ ഞാൻ സാക്ഷിയാണ്. അല്ലാഹുവേ ഇയാൾ ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്ന് കൈകൾ പറയുമ്പോൾ കാല് പറയും, അല്ലാഹുവേ ഞാൻ സാക്ഷിയാണ്. അല്ലാഹുവേ ഇയാൾ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് കൈകൾ പറയുമ്പോൾ കാല് പറയും, അല്ലാഹുവേ ഞാൻ സാക്ഷിയാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഓരോ നീക്കുപോക്കുകളും ഓരോ പ്രവർത്തനങ്ങളും നന്മയാവട്ടെ തിന്മയാവട്ടെ എല്ലാം നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അല്ലാഹുവിന്റെ കോടതിയിൽ അത് തുറന്നു പറയുമെന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു നമ്മൾക്ക് പുറത്തു തരട്ടെ. അടുത്ത ആയത്ത് സൂറത്തുൽ ഫുസ്സിൽ അല്ലാഹു പറയുന്നുണ്ട്, ഹത്താ ഇദാ മാ ജാഊഹാ شهد عليهم سمعهم وأبصارهم وجلودهم بما كانوا يعملون حتى إذا ما جاءوها അവരെ ഞാൻ കൊണ്ടുവന്നാൽ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ആളുകളെ ഒരുമിച്ച് കൂട്ടിയാൽ, ഷഹീദ അലൈഹിം അവർക്കെതിരെ സാക്ഷി നിൽക്കും. ആരെ? സമഉഹും അവരുടെ കണ്ണുകൾ, അവരുടെ ചെവികൾ. ചെവി പറയും, പടച്ചോനെ അയാൾ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അയാൾ ഖുർആൻ ഓതുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അയാൾ പച്ച നുണ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സമഉഹും അവരുടെ ചെവികൾ സാക്ഷി നിൽക്കും. വഅബ്സാറുഹും അവരുടെ കണ്ണുകളും സാക്ഷി നിൽക്കും. അല്ലാഹുവേ പള്ളിയിലേക്ക് നടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് റബ്ബേ.
അല്ലാഹുവേ തിയേറ്ററിലേക്ക് നടന്നു പോകുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. സ്കൂൾ കട്ട് ചെയ്ത് ബീച്ചുകളിലേക്കും പാർക്കുകളിലേക്കും പോകുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ തൊലിയും സാക്ഷി നിൽക്കും, ചർമ്മങ്ങളും സാക്ഷി നിൽക്കും. ശരീരമാസകലം ചർമ്മങ്ങളാണ്, തൊലിയാണ്. ഈ തൊലികൾ കാല് മുതൽ തലവരെയുള്ള ചർമ്മങ്ങളും നമ്മുടെ എല്ലാ നന്മകൾക്കും എല്ലാ തിന്മകൾക്കും സാക്ഷി നിൽക്കുമെന്നാണ്. നമ്മൾ പ്രവർത്തിച്ച എല്ലാ പ്രവർത്തനങ്ങൾക്കും കണ്ണും ചെവിയും കാലും നമ്മുടെ ചർമ്മവും എല്ലാം സാക്ഷിയാണ്. മുഅ്മിനീങ്ങളെ, കഴിഞ്ഞോ നിരീക്ഷണം? കഴിഞ്ഞോ? ഇല്ല. പിന്നെയുമുണ്ട് നിരീക്ഷണങ്ങൾ. ഭൂമിയും നിരീക്ഷിക്കുന്നുണ്ട്. ഇരിക്കുന്ന ഭൂമി, കിടക്കുന്ന വീട്, ഉറങ്ങുന്ന സ്ഥലം, നടന്നു പോകുന്ന സ്ഥലങ്ങൾ, ഇവരും നിരീക്ഷിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പൂർണ്ണമായി റബ്ബിന്റെ നിയന്ത്രണത്തിൽ നിരീക്ഷിക്കുക. ആർക്കാണ് ഒഴിഞ്ഞു മാറാൻ കഴിയുക? ഇതിൽ നിന്നൊക്കെ കുതറിമാറി തെറ്റ് ചെയ്യാൻ തീരുമാനമുള്ളവർ ചെയ്തോളൂ. ഇതിനൊക്കെ കണ്ണുവെട്ടിച്ച് തെറ്റ് ചെയ്യാൻ കഴിയുന്നവർ ചെയ്തോളൂ. ഇതൊക്കെ നമ്മുടെ ശരീരമാണ്. ഇനി അടുത്തതാരാ സാക്ഷി നിൽക്കുന്നത്? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമഇദിൻ തുഹദ്ദിഥു അഖ്ബാറഹാ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അത്ഖാലഹാ وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ تحدث أخبارها يومئذ تحدث أخبارها അന്നേ ദിവസം തുഹദ്ദിഥു അഖ്ബാറഹാ ഭൂമി അതിന്റെ കഥകൾ അല്ലാഹുവിനോട് പറയുമത്രേ. ഭൂമി അതിന്റെ അവസാനത്തെ പ്രകമ്പനം കൊണ്ടു കഴിഞ്ഞാൽ, ലോകാവസാനം സംഭവിച്ചു കഴിഞ്ഞാൽ, ഭൂമി അതിന്റെ ഭാരത്തെ പുറത്തേക്ക് തള്ളിക്കളഞ്ഞാൽ എന്നിട്ട് ജനങ്ങൾ പറയും ഭൂമിക്ക് എന്തു പറ്റി എന്ന്. ആ സമയത്ത് ഭൂമി സാക്ഷി നിൽക്കുമെന്നാണ്, ഭൂമി പറയുമെന്നാണ്. ഈ ആയത്തോതിയിട്ട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സ്വഹാബാക്കളോട് ചോദിച്ചു, വതദൂന മാ അഖ്ബാറുഹാ, എന്താണ് ഈ ഭൂമിക്ക് പറയാനുള്ളത് എന്ന് നിങ്ങൾക്കറിയുമോ? ഈ ഭൂമിക്ക് എന്താ പറയാനുള്ളത്? എന്തിനാണ് ഭൂമി സാക്ഷി നിൽക്കുന്നത്? സ്വഹാബാക്കൾ പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅലം, ഞങ്ങൾക്കറിയില്ല നബിയേ, ഞങ്ങൾക്കറിയില്ല. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഫഇന്ന അഖ്ബാറഹാ, ഭൂമിക്ക് പറയാനുള്ളത് അൻ തശ്ഹദ അലാ കുല്ലി അബ്ദിൻ വഅമതിൻ, എല്ലാ അടിമകളുടെയും ആണാവട്ടെ പെണ്ണാവട്ടെ എല്ലാ ആളുകൾക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും സാക്ഷി പറയലാണ് ഭൂമിയുടെ പരിപാടി. ബിമാ അമില അലാ വഹ്രിഹാ, എന്തൊക്കെയാണോ ആ മനുഷ്യൻ അതിന്റെ പുറത്തു നിന്ന് ചെയ്തു കൂട്ടിയത്, ഭൂമിയിൽ വെച്ച് എന്തൊക്കെയാണോ ചെയ്തത്, അത് രാത്രിയാവട്ടെ രാവിലെയാവട്ടെ ഒറ്റയ്ക്കാവട്ടെ ആളുകൾക്കിടയിലാവട്ടെ, ഭൂമിയിൽ വെച്ച് എന്തൊക്കെയാണോ ചെയ്തത് അതെല്ലാം ഭൂമി നാളെ വിളിച്ചു പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻതഖൂൽ, എന്നിട്ട് ഭൂമി പറയും, അമില കദാ വകദാ, അല്ലാഹുവേ ഇന്നാൽ ഇന്ന മനുഷ്യൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇന്നാൽ ഇന്നവൻ അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഭൂമി പറയുന്നത് അൻതഖൂല അമില കദാ വകദാ, അല്ലാഹുവേ ഇന്നാൽ ഇന്നയാൾ ഇന്നാൽ ഇന്നത് ചെയ്തു. ഏത് സമയത്ത്? ഈ സമയത്ത്. പള്ളിയിലേക്ക് നടന്നു പോയത് ഭൂമി പറയും, വൈകുന്നേരങ്ങളിൽ ബസ് സ്റ്റാൻഡുകളിലേക്ക് നടക്കുന്നതും ഭൂമി പറയും, എല്ലാം പറയും. എത്ര സാക്ഷികളാണ് നമ്മൾക്കെതിരെ ഉണ്ടാവുക.
ആരൊക്കെയാണ് നമ്മെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? റൂമിൽ ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന്. ആ 4 ചുവരുകളും നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ നിൽക്കുന്ന ആ തറ നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെ മനുഷ്യരെ നമ്മൾ ഇതൊക്കെ കാണുന്നില്ല എന്ന് വിചാരിക്കും? തെറ്റ് ഞാൻ പറഞ്ഞു, നമ്മൾ എത്ര നിയന്ത്രിച്ചാലും ഒരുപക്ഷെ തെറ്റുകൾ വന്നേക്കാം. പക്ഷെ ഇതൊന്നും കാണുന്നില്ല, ഇതൊന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞ് തൗബ ചെയ്യാതിരിക്കാൻ ഒരു മനുഷ്യനെ കഴിയും? തെറ്റ് ചെയ്യാതിരിക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞില്ലെന്ന് വരാം, പക്ഷെ തൗബ ചെയ്യാതിരിക്കാൻ എങ്ങനെ ഒരു മനുഷ്യനെ വന്നുപോയ തെറ്റിന്റെ പേരിൽ ഖേദിക്കാതിരിക്കാൻ എങ്ങനെ ഒരു മനുഷ്യന് ധൈര്യം വരും? പശ്ചാത്തപിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങാനും കരയാനും എന്തേ നമുക്ക് കഴിയാതെ പോകുന്നത്? ഇവയെല്ലാം നമ്മൾക്കെതിരെയാണ്. നമ്മൾ ഒറ്റയ്ക്കാണ്. നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും ഭാര്യ സന്താനങ്ങളും ചങ്ങാതിമാരും എല്ലാവരും നമ്മൾക്കെതിരെയാണ്. ഭൂമി നമ്മൾക്കെതിരെയാണ്. നമ്മുടെ കൈകാലുകൾ നമ്മൾക്കെതിരെയാണ്. നമ്മുടെ ശരീരം നമ്മൾക്കെതിരെയാണ്. നമ്മൾ കിടന്നുറങ്ങിയ ഭൂമി നമ്മൾക്കെതിരെയാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ. അതുകൊണ്ട് തെറ്റുകൾ ജീവിതത്തിൽ വരുമ്പോഴേക്കും അതവിടെ ബാക്കി വെക്കാതെ പെട്ടെന്ന് ആ തിന്മകളെ മായ്ച്ചു കളയാൻ, ആ തിന്മകൾ അവിടെ ബാക്കി വെക്കാതെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇതൊരു ഭൂമിയാണ്. ഇനി അടുത്ത നിരീക്ഷണമാരാണ്. ഓരോ ദിവസവും നമ്മൾ നിരീക്ഷിക്കുന്നുണ്ടെന്നാണ്. ഓരോ ദിവസവും. ഇപ്പൊ ഇന്ന് മാർച്ച് 26, ഈ ഇന്നത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഈ ദിവസം അതേപോലെ റെക്കോർഡ് ചെയ്യുന്നു. മഹാനായ മഅഖൽ ബിൻ യസാർ എന്നവർ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ മിൻ യൗമി യഅതി അല ഇബ്നി ആദമ ഇല്ലാ യുനാദാ ഫീ ലാ യുനാദി ഫീഹി. ഓരോ ദിവസവും രാവിലെയാകുമ്പോൾ സുബ്ഹിയാകുമ്പോൾ, മാർച്ച് 26 സുബ്ഹിയാകുമ്പോൾ, ഇന്ന് കഴിഞ്ഞല്ലോ, നാളെ മാർച്ച് 27 നാളത്തെ സുബ്ഹി. രാവിലെ സുബ്ഹിക്ക് നമ്മൾ എണീക്കുമ്പോഴേക്കും നാളത്തെ പ്രഭാതം നമ്മോട് പറയുന്നുണ്ട്, ഇബ്ന ആദം, മനുഷ്യ മുഹമ്മദ് എന്ന് വിളിക്കും. ഓരോ ആളുകളെ പേര് വിളിക്കും. ഇബ്ന ആദം, ആദമിന്റെ പുത്ര, മനുഷ്യ, അന ഖൽഖുൻ ജദീദ്, ഇന്ന് ഞാൻ പുതിയ ഒരു ദിവസമാണ്, പുതിയ ദിവസമാണ് ഞാൻ. വഅന ഫീമാ തഅമലു അലൈക ഗദൻ ഷഹീദ്, ഇന്ന് നീ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ നാളെ സാക്ഷിയാകുമെന്ന് ദിവസവും എല്ലാ ദിവസവും നമ്മോട് പറയുന്നതാണ്. നാളെ, ഇന്ന്, മറ്റന്നാൾ, ഇന്നലെ, ഇവരൊക്കെ രാവിലെ പറയുന്നുണ്ട്, ഇന്ന് ഞാൻ പുതിയൊരു ദിവസമാണ്, ഇന്ന് രാത്രി വരെ നീ ചെയ്തു കൂട്ടുന്നതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഞാൻ ഞങ്ങൾക്കെതിരെ സാക്ഷിയാകും. അതുകൊണ്ട് നീ ചെയ്യണം, ഇന്നത്തെ ദിവസം നല്ലത് ചെയ്തോ, ഇന്നത്തെ ദിവസം നീ നല്ലത് ചെയ്തോ, അഷ്ഹദു ലക ഗദാ, നിനക്ക് ഞാൻ നാളെ അനുകൂലമായി സാക്ഷി നിൽക്കാമെന്ന് ഓരോ ദിവസവും പറയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്നി ലൗ ഖദ് മളൈതു ലം തറനി അബദാ, ഇന്ന് ഞാൻ വിട പറഞ്ഞു പോയാൽ പിന്നെ ഖിയാമത്ത് നാൾ വരെ എന്നെ നിനക്ക് തിരിച്ചു കിട്ടൂല.